എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ബൂവിനെ തനിക്ക് വേണ്ടി അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലാണെങ്കിലും 50 അടിക്ക് ശിക്ഷിക്കാനായി ജിൻ ഉത്തരവിടുമ്പോ ബൂവിന് ആദ്യം അത് സങ്കടാവുന്നുണ്ട്. കാരണം അവനെ മോശം പറഞ്ഞത് കേട്ടിട്ട് അവൾ അതിൽ ഇടപെട്ടാണല്ലോ ഈ പ്രശ്നമായത്. എന്നിരുന്നാലും അവനാകട്ടെ ആരോടും ഒരു ഫേവറിറ്റിസവും കാണിക്കുന്നില്ല. അവൻ നേരായ രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുമ്പോൾ അവനോടുള്ള ഇംപ്രഷൻ വളരെ മെച്ചപ്പെടുന്നവൾ അവന് വേണ്ടി സന്തോഷത്തിൽ ഈ അടി മേടിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് തുള്ളിച്ചാടി പോകുന്നുണ്ട്. അവൾക്ക് പതിയെ പതിയെ അവനോടൊരു താല്പര്യം തോന്നി തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ബൂ ഒരു പെൺകുട്ടിയാണെന്ന് അപ്പോഴും അറിയാത്ത ജിന്ന് എന്ത് ഇതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാവാതെ നിൽക്കാണ്. അങ്ങനെ പിന്നീട് നമ്മൾ ഷെൻസിയെ കാണുമ്പോഴേക്കും ഷെൻസി അവളുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ റോഡ് സൈഡില് ബോധം കെട്ട് കിടക്കുന്ന ഒരു ചെറിയ പയ്യനെ കാണുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ ഒരു യാചകനാണെന്ന് വ്യക്തമാണ്. എന്തായാലും വയ്യാണ്ട് കിടക്കുന്നവനെ കൂട്ടിക്കൊണ്ടുപോയി ഷെൻസി പരിചരിക്കുന്നു. മയക്കമുണ്ടായിരുന്ന ആ പയ്യനാട്ടെ അവന്റെ പേര് ഷെൻസിയോട് പറയുന്നുണ്ട്. പക്ഷേ ഷെൻസി ഒരു കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാനായി നോക്കുമ്പോൾ ആ കാശ് വാങ്ങി അങ്ങനെ പോവാതെ സാധാരണ ഒരു യാചകരുടെ യാതൊരു ക്യാരക്ടേഴ്സും കാണിക്കാതെ അവൻ ജോലി ചെയ്ത് കാശുണ്ടാക്കാനാണ് തനിക്ക് താല്പര്യം എന്ന ഒരു രീതിക്ക് സംസാരിക്കാണ്. ഇത് കേൾക്കുന്ന ഷെൻസിക്ക് ഇവൻ ഒരു സാധാരണ യാചക ബാലനല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ അവന്റെ അച്ഛൻ ഒരു സൈനികനായിരുന്നെന്നും മിലിറ്ററി കമാൻഡർ ആയിരുന്ന അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നും അതിനുശേഷം ഹൃദയം പൊട്ടി അവന്റെ അമ്മ മരിച്ചുവെന്നും പിന്നീട് ഒറ്റയ്ക്കായി അവൻ ഇതുപോലെ യുദ്ധവും മറ്റും മൂലം അനാഥരായി പോകുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിക്കുന്നതെന്നും അവിടുത്തെ ഓരോ ജോലികളൊക്കെ ചെയ്ത് കഴിയുന്നതിന്റെ ഇടയിൽ താൻ ഒരു ജോലി സംബന്ധമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വയ്യാണ്ടായതാണെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഷെൻസി ആ പയ്യനുമായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ ഷെൻസി കാണുന്ന കാഴ്ച ആകെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ആ ഒരു ഇടം ഉള്ളത്. ഇതുപോലെ യുദ്ധത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണത്. പക്ഷെ ഷെൻസി അമ്പരപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ലീ ഉണ്ടായിരുന്നു. ഷെൻസി ചെല്ലുമ്പോഴേക്കും ലീ അവിടെ ചില കുട്ടികളെയൊക്കെ ഇതുപോലെ പരിചരിച്ച് അവരുടെ മുറിവിലും മരുന്ന് വെച്ച് കൊടുത്തൊക്കെ നിൽക്കുകയാണ്. ഷെൻസി അവിടെ കണ്ട് ലീയും ഞെട്ടുന്നുണ്ട്. ഷെൻസി ഇതുപോലെ ഈ കുട്ടിയെ കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സൈന്യത്തിൽ ചേരണമെന്ന് അതിയായ ആഗ്രഹമാണ്. അവന്റെ അച്ഛൻ ഒരു സൈനികനായിരുന്നു. അച്ഛന്റെ പാത പിന്തുടരണമെന്നാണ് അവനും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ലിയോട് പറയുമ്പോൾ ഷെൻസി ആദ്യമായിട്ടൊരു കാര്യം തന്നോട് ആവശ്യപ്പെട്ടതല്ല. തീർച്ചയായും അവന്റെ ആഗ്രഹത്തിനൊത്ത് അവന്റെ സൈനികനാക്കി മാറ്റാനുള്ള ട്രെയിനിങ് അവന് കൊടുക്കുന്ന കാര്യത്തിന്റെ ഏർപ്പാടുണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഷെൻസി ലിയോട് ഈ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ കണ്ടില്ലേ, വളരെ പരിതാപകരമായിട്ടില്ലേ, ഈ ഒരു ഇടം നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഫണ്ട് തീർച്ചയായും കിട്ടിയിട്ടും അത് കൈയിട്ട് വാരി കറപ്ഷൻ മൂലം ഇതിങ്ങനെ നശിച്ചു പോകുന്നതായിരിക്കും അല്ലേ. തീർച്ചയായും അതിനെപ്പറ്റി നല്ലൊരു അന്വേഷണം നടത്തി ഈ കുട്ടികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം, അതിന് ലീ ഒരു മുൻകൈ എടുക്കണം എന്ന് ഷെൻസി പറയുമ്പോൾ ലീ തീർച്ചയായും ചേട്ടനുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർക്ക് കിട്ടേണ്ട ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഫണ്ട് തട്ടിപ്പും അഴിമതിയൊക്കെ നടക്കുന്നത് തീർച്ചയായും തടയാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെ ഷെൻസിയോട് പറയാണ്. അങ്ങനെ ഷെൻസി പോയി കഴിയുമ്പോഴേക്കും ലീയുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ് ഷെൻസി ഒരു സാധാ കമാൻഡേറ്ററി പ്രിൻസസിന്റെയോ അല്ലെങ്കിൽ ഒരു റോയൽ ഫാമിലിയിലെ പെൺകുട്ടിയുടെയോ ആറ്റിറ്റ്യൂഡ് അല്ല കാണിക്കുന്നത്. ഇത്രയും പാവപ്പെട്ട പിള്ളേരോട് പോലും എത്ര കാര്യമായിട്ടാണ് പെരുമാറുന്നത്, അവരുടെ ആ ഒരു സ്റ്റേറ്റസ് ഒക്കെ മറന്ന് ഇത്ര കാര്യമായിട്ടാണ് ഇടപെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ലീക്കും ഷെൻസിയെ പറ്റി വലിയ ഇംപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അവളെ കിട്ടാൻ മാത്രം ഭാഗ്യം ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം അവളെ സ്വന്തമാക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണല്ലോ. ഈ കുട്ടികൾക്കുള്ള ഫണ്ട് മുക്കുന്നു എന്ന് മാത്രമല്ല സൈനികപരമായി കൊടുക്കുന്ന ഫണ്ടിലൊക്കെ തന്നെ തിരുമറി നടക്കുന്നുണ്ട്. അത് എന്തായാലും കണ്ടുപിടിക്കണം എന്ന കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ഷെൻസി ആ കാര്യം ബൂവുമായി സംസാരിക്കുമ്പോൾ താൻ ഇത് ലീയുമായി ഡിസ്കസ് ചെയ്തെന്നും പ്രിൻസ് ലീയുടെ കൂടെയാണ് താൻ ഈ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നതെന്നും ഷെൻസി പറയുന്ന ടീം ഈ സൈന്യത്തിലുള്ള മേലധികാരികൾക്കൊക്കെ തന്നെ തങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടിലെ തിരുമറി നടക്കുന്നത് അറിയാമെങ്കിലും രാജഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അത്. അപ്പോ അത്തരം സ്ഥാനത്തിരിക്കുന്ന ഉന്നതർക്കെതിരെ സംസാരിക്കാനായി പേടിച്ചിട്ട് അവരത് സംസാരിക്കാതിരിക്കുന്നതാണ് എന്ന് ബൂ പറയുന്നുണ്ട്. കാരണം ബൂ ഒരു മിലിറ്ററി ഫാമിലിയിൽ നിന്ന് വരുന്നതാണല്ലോ. എന്തായാലും ലീയും ഷെൻസിയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ലീയെ ഷെൻസിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കാണില്ലേ എന്ന് ഓണത്തിന്റെ ഇടയിൽ പൊട്ടുകച്ചടം എന്ന രീതിക്ക് ഇത്രയും സീരിയസ് ആയ കാര്യം പറയുമ്പോൾ ബൂ അതിനെപ്പറ്റി തിരക്കുന്ന ടീം ഇതിനു വേണ്ടി മാത്രം ഞാൻ ലീയുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഈ ഒരു കാര്യം പുറത്ത് കൊണ്ടുവരാനേ, അല്ലാതെ എനിക്ക് ലിയോട് യാതൊരു താല്പര്യമില്ല, ഞാൻ എന്റെ പ്രിൻസിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും ഷെൻസി ബൂവിനോട് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഷെൻസി ഇത്തരം കാര്യങ്ങളുടെ അന്വേഷണത്തിന്റെ പുറകെ കൂടിയിരിക്കുകയാണ് എന്ന് യോങ് അറിയുന്നു. ഈ കാര്യങ്ങൾ അറിയുമ്പോൾ ലിയോ ബൂവോ കരുതിയ കണക്ക് ഷെൻസി ജസ്റ്റ് ഒരു നല്ല കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു തെറ്റ് പുറത്ത് കൊണ്ടുവരിക എന്ന രീതിക്കല്ല ഈ കാര്യങ്ങളുടെ പുറകെ പോയിരിക്കുന്നത്. ഷെൻസിയുടെ അച്ഛന് മാരകമായ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ അവരുടെ വളരെ രഹസ്യമായ ആ ഒരു മാപ്പിന്റെ മോഷണം നടന്നിരുന്നല്ലോ, അതിന് പിന്നിലുള്ള ആളെ ഈ ഒരു അഴിമതി കണ്ടുപിടിക്കുന്നതിലൂടെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഷെൻസിക്ക് അറിയാം. കാരണം ഷെൻസിയുടെ അച്ഛനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനായി ശ്രമിക്കുന്ന നിലവിലെ രാജ്യത്തെ റവന്യൂ മിനിസ്റ്ററായ ഡോങ് ആണ് അഴിമതിക്കും പിന്നിൽ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിക്ക് അയാളെ ഈ ഒരു വലിയ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കി ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും തന്റെ അച്ഛനെ അയാൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അയാളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കാത്തതിന്റെ പേരിലാണ് തന്റെ അച്ഛനെ അയാൾ അപായപ്പെടുത്താനായി ശ്രമിക്കുന്നതെന്നും ഷെൻസിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷെൻസി ഇതാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയി തന്നെ മനസ്സിലാക്കുന്ന യോങ് അവന്റേതായ രീതിയിൽ ഇൻഡയറക്റ്റ് ആയി ഷെൻസി
ഇതിൽ സഹായിക്കാനും തീരുമാനിക്കുന്നുണ്ട്. അതിനായി ഇത്തരമൊരു അഴിമതി വിചാരണ ഡോങ്ങിനെതിരെ നടക്കാൻ പോകുന്നു എന്ന കാര്യം ഡോങ്ങിനെ അറിയിക്കുക എന്നതാണ് യോങ് ആദ്യം തീരുമാനിക്കുന്നത്. കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അയാൾക്കെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം വരാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അയാൾ പാനിക്കായി പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ തന്നെ പ്രശ്നമായി മാറുമെന്നും അവന് നന്നായിട്ട് അറിയാം. സൈന്യത്തിലേക്ക് എത്തേണ്ടിയിരുന്ന ധാന്യങ്ങൾ ഉൾപ്പെടെ പല സപ്ലൈസും ഇയാൾ കൊടുക്കാതെ മാറ്റിയിരുന്നു. ഇപ്പോൾ അതേ അന്വേഷണം നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും ഇതിന്റെ കണക്കെടുപ്പും കാര്യങ്ങളും വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ ആ ധാന്യങ്ങളും മറ്റും വാങ്ങാനുണ്ടായിരുന്ന പൈസ മറിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ കുറഞ്ഞ സമയത്തിൽ എങ്ങനെയും കുറച്ച് ചീപ്പായി ധാന്യങ്ങൾ ഒപ്പിക്കാനേ അയാൾ നോക്കൂ. അപ്പൊ അതുവഴി അയാളെ കൊടുക്കാനായി തന്റെ കയ്യിൽ ചില ഐഡിയാസ് ഉണ്ടെന്നും പറഞ്ഞ് ചില കാര്യങ്ങൾ യോങ് പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾക്ക് ചീപ്പായി ധാന്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരാളെ യോങ് തന്നെ ഏർപ്പാടാക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയി. ഒപ്പം തന്നെ ജയിലിൽ നിന്ന് 2 തടവുകാരെ യോങ് മനഃപൂർവ്വം ചാടിക്കുന്നു. അങ്ങനെ അവരെ അന്വേഷിക്കാനായി ചെല്ലുന്ന സൈനികർ നേരെ ചെന്ന് പെടുന്നത് റവന്യൂ മിനിസ്റ്ററിന്റെ ഈ ചീപ്പ് ധാന്യങ്ങൾ ശേഖരിക്കാനായി അയാൾ വെച്ചിരുന്ന ഗോഡൌണ്ട് അവിടേക്കാണ്. അവിടെ എത്തുമ്പോൾ ഈ ധാന്യങ്ങളും പിടിക്കപ്പെടുന്നു. അവർ തേടി ചെന്ന ആ ഒരു തടവ് പുള്ളികളെയും കിട്ടുന്നു. അതായത് തടവ് പുള്ളികളെ അന്വേഷിച്ച് ചെന്നപ്പോൾ യാദൃശികമായി ഈ ധാന്യങ്ങളുള്ള വെയർ ഹൗസിലെത്തി അത് കണ്ടുകെട്ടി എന്ന രീതിക്കാണ് യോങ് ഇപ്പോൾ കാര്യങ്ങളെ നേരിട്ട് ഇടപെടാതെ അവൻ പ്ലാൻ ചെയ്ത രീതിയിൽ വരുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ റവന്യൂ മിനിസ്റ്ററിനെ പിടികൂടുന്നുണ്ട്. പക്ഷെ അയാൾ രാജാവിന് മുന്നിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഈ ധാന്യങ്ങൾ എങ്ങനെ തന്റെ വെയർ ഹൗസിൽ വന്നതെന്ന് അറിയില്ല എന്നൊക്കെ തർക്കിക്കുമ്പോൾ യോങ്ങിന്റെ ആളാണല്ലോ ആ ഒരു കമ്മീഷണർ, ആളാകട്ടെ രാജ്യത്ത് എത്രത്തോളം സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ ഒന്നും വെക്കാതെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ യാദൃശികമായി ആരും കൊണ്ടുവച്ചതല്ല, അത് ഇദ്ദേഹം തന്നെ വെച്ചതാണ്. ഇദ്ദേഹം ഈ അടുത്ത് തന്നെ വളരെ വില കുറഞ്ഞ ധാന്യങ്ങൾ ഒരു വ്യാപാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന്റെ തെളിവും കാര്യങ്ങളും ഉണ്ട്. ഇദ്ദേഹം സൈന്യത്തിലേക്ക് എത്തേണ്ട സപ്ലൈസ് ഒക്കെ വാങ്ങാതെ ആ പൈസ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ദൂർത്തടിക്കുകയും അഴിമതി നടത്തുകയുമായിരുന്നു. ഇപ്പൊ അന്വേഷണം വല്ലതും നടക്കുമോ എന്ന പേടിയിൽ ഈ കാര്യങ്ങൾ ചെയ്തതാണെന്ന് പ്രൂവ് ചെയ്ത് അങ്ങനെ രാജാവിന്റെ മുന്നിൽ റവന്യൂ മിനിസ്റ്ററിന്റെ തെറ്റ് പുറത്തു കൊണ്ടുവന്ന് ശിക്ഷിക്കാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ ജയിലിലുള്ള റവന്യൂ മിനിസ്റ്ററിനെ ചെന്ന് കണ്ട് യോങ് സംസാരിക്കാനായി പോകുന്നുണ്ട്. യോങ്ങിനെ അവിടെ കാണുമ്പോൾ തന്നെ യോങ് ആണ് തന്നെ കുടുക്കിയതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇനി ചെയ്യാനില്ലല്ലോ. യോങ് ആകട്ടെ അയാളുടെ മുന്നിൽ എന്തായാലും നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ, പക്ഷെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ഇപ്പോൾ ചെയ്ത തെറ്റിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനേ എനിക്ക് സാധിക്കും. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സേഫായി നോക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. പക്ഷെ അതിന് പകരം നിങ്ങൾ എനിക്ക് ചില സഹായങ്ങൾ ചെയ്യണം. ഈ മാരക വിഷവും മറ്റും ഉണ്ടാക്കുന്ന ഒരാൾ ബോർഡറിന്റെ അവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളെ പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്ന് തനിക്ക് ആരാണ് വിഷം തന്നത് എന്ന ആ ഒരു വിഷത്തെ പറ്റിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളെ പറ്റി യോങ് ചോദിക്കുമ്പോൾ ഒരു വിദേശ വ്യാപാരിയെ പറ്റി എനിക്കറിയാം, അയാള് വളരെ മാരകമായ ഒരു വിഷം വിൽക്കുന്ന ഒരാളാണ്, പക്ഷെ പ്രിൻസ് പറയുന്ന ആള് അയാളാണോ എന്ന് എനിക്കറിയില്ല എന്ന് അയാൾ പറയുന്നത് കേൾക്കുന്ന യോങ് എന്തായാലും നിങ്ങൾക്കറിയാവുന്ന ആ വ്യാപാരിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എനിക്ക് പറഞ്ഞു തരണം, എങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്യുന്നതായിരിക്കും എന്ന് യോങ് പറയുന്നുണ്ട്. അങ്ങനെ ഇയാൾ പിടിക്കപ്പെട്ടതോടുകൂടി റവന്യൂ മിനിസ്ട്രിയിലെ മൊത്തത്തില് ഒരു അഴിച്ചുപണി നടക്കുന്നുണ്ട്. മിലിറ്ററി പേ എല്ലാം ഇത്രയും നാൾ ഡിലേ ചെയ്തിരുന്നത് കറക്റ്റ് ആയി കൊടുക്കുന്നു. സൈനികർക്കൊക്കെ അവർക്ക് വേണ്ട എല്ലാവിധ വെൽഫെയർ കാര്യങ്ങളും കറക്റ്റ് ആയി നടക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന് വേണ്ട സംരക്ഷണം കിട്ടുന്നു, ഫുഡ്, പൈസ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ അവരും ഹാപ്പി ആവുന്നു. ഈ കാര്യങ്ങളൊക്കെ എടുപിടിന്ന് നടന്നത് ലീ ഇടപെട്ടിട്ടാണെന്നാണ് ഷെൻസി ഒരു വഴിക്ക് കരുതുന്നത്. എന്തായാലും ഷെൻസി പിന്നീട് ബൂവിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ യുദ്ധത്തിലും മറ്റും മരണപ്പെട്ട സൈനികരുടെ സ്മാരകമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോഴേക്കും ലീയും മറ്റു ചിലരും അവിടെ ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന കാഴ്ചയാണ് ഷെൻസി കാണുന്നത്. അതിൽ യുദ്ധശേഷം കിട്ടിയ ചില സൈനികരുടെ മൃതദേഹങ്ങൾ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഒന്നിച്ച് അടക്കിയ കല്ലറയും മറ്റും ഉണ്ടായിരുന്നു. അവിടെ അത്തരം കല്ലറകളിൽ അത്തരം ആരാണ് എന്താണെന്ന് വ്യക്തമായി ബോഡി തിരിച്ചറിയാൻ സാധിക്കാതെ ഒന്നിച്ചടക്കേണ്ടി വന്ന പല സൈനികരുടെയും പേരും മറ്റും ലീ ഇപ്പോ കൊത്തുന്നതൊക്കെ കാണുന്ന ഷെൻസി ഭയങ്കര അതിശയമായി ലീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു പ്രിൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത്. ആ സമയത്താണ് ലീ ഇതൊക്കെ കൊത്തി അവന്റെ കയ്യിലൊക്കെ മുറിവ് പറ്റിയിരിക്കുന്നത് ഷെൻസി ശ്രദ്ധിക്കുന്നത്. ലീക്ക് അതൊക്കെ വലിയ സന്തോഷമാവുന്നുണ്ട്. പതിയെ പതിയെ താൻ ഷെൻസിയുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു എന്നൊരു തോന്നൽ അവനുണ്ടാവുന്നു. എന്തായാലും അവിടെ നിന്ന് മടങ്ങി പോകുന്ന സമയത്ത് ഷെൻസിയോട് ലീയെ പറ്റിയുള്ള ഇംപ്രഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന ബൂ, ഷെൻസിക്ക് മിലിറ്ററി പരമായ കാര്യങ്ങൾ ഭയങ്കര താല്പര്യമുള്ളതാണ്. മിലിറ്ററി ഫാമിലി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവളും അത്ര ഒരു ഫാമിലി എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അവളോട് ലീക്ക് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനെ പറ്റി ഷെൻസിക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി ലീയും ചേട്ടൻ ഷിന്നും ഒക്കെ തന്നെ രാജാവിന്റെ യഥാർത്ഥ ഭാര്യയ്ക്കുണ്ടായ അല്ലെ ആദ്യത്തെ ആ ഒരു ഭാര്യയ്ക്കുണ്ടായ മക്കളല്ല. ആ ബന്ധം നിലനിൽക്കെ മറ്റൊരു സ്ത്രീയിലുണ്ടായ മക്കളാണ് ഇവർ രണ്ടുപേരും. ആ സ്ത്രീക്ക് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ലീയുടെ മുത്തശ്ശനൊക്കെ വലിയ വലിയ മിലിറ്ററി കമാൻഡർമാരും മറ്റുമായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ലീയോടുള്ള താല്പര്യം കുറച്ച് കൂടി വരുന്നില്ലേ എന്ന ബൂവിന്റെ ചോദ്യത്തിന് അതെങ്ങനെ കൂടി വരാനാ, ലീയുടെ മുത്തശ്ശൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ലീയോട് എനിക്ക് താല്പര്യം തോന്നാൻ സാധിക്കില്ലല്ലോ. ലീ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയല്ലേ എനിക്ക് ലീയോട് ഇഷ്ടം തോന്നും. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ വെറുതെയാ, എങ്ങനെയൊക്കെ കേട്ടിട്ടൊന്നും എനിക്കൊരാളോടും ഇഷ്ടം തോന്നില്ല എന്ന് ഷെൻസി പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ അറിഞ്ഞ് യോങ്ങിന് ഒരു സമാധാനവും ഇല്ല. തന്റെ സഹോദരന്മാരില് ലീ ആണ് തനിക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ട് ഷെൻസിയുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന യോങ് പക്ഷെ ഒരു ദുഷ്ടനൊന്നും അല്ലല്ലോ, കൊന്നുകളഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാന്ന് കരുതാനേ അവൻ നേരായ രീതിക്ക് എല്ലാം ചെയ്യണമെന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ടിയാനെയും ജിന്നിനെയും ഒക്കെ
വിളിച്ചിരുത്തി താനുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവരോട് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഇറക്കി നമുക്ക് കാര്യം സോൾവ് ചെയ്താലോ, ലീയും ആ പെണ്ണ് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഷെൻസിയെ ബോധ്യപ്പെടുത്തിയാൽ കാര്യം എളുപ്പമാവില്ലെന്ന് പറയുമ്പോൾ ഇല്ലാത്ത പെണ്ണിന്റെ കഥയൊന്നും ഇറക്കുന്നത് ശരിയല്ല, നമുക്ക് ആണുങ്ങളുടെ രീതിയിൽ എന്തെങ്കിലും നോക്കിയാലോ, അതിനായിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ലീയുമായി ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, പ്രിൻസ് ലീ മാർഷൽ ആർട്സിലൊക്കെ അതിവിദഗ്ധനാണ്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇവർ കൈ കഴിയുമ്പോൾ അതൊന്നും വേണ്ടെന്നേ, രാത്രി സമയത്ത് ലീ ഉള്ള സ്ഥലത്തിനടുത്ത് വെച്ച് എനിക്ക് അറ്റാക്ക് നടക്കുന്ന പോലെ ഒരു കാര്യം കാണിക്കാം, ലീ എത്തി എന്നെ രക്ഷപ്പെടുത്തുമ്പോൾ എനിക്ക് അവനോട് സംസാരിക്കാനേ ഒരു സാവകാശം കിട്ടും, ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യോങ്ങിന്റെ പ്ലാനിങ് പ്രകാരം ലീ കാണുന്ന രീതിയിൽ യോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായി ജിൻ ചെല്ലുന്നുണ്ട്, മുഖമൊക്കെ മറിച്ച്. അത് കണ്ട് ലീ ആട്ടെ യോങ്ങിനെ രക്ഷപ്പെടുത്താനായി അവിടെ ഫൈറ്റ് ചെയ്ത് ആക്രമിയെ ഓടിക്കുന്നുണ്ട്. ഈ സമയം ലീയോട് നന്ദി പറഞ്ഞ് യോങ് ഇരുന്ന് സംസാരിക്കുകയാണ്. ആക്ച്വലി യോങ് നല്ലൊരു ഫൈറ്ററാണ്, പക്ഷെ അവന് വയ്യാഴികയുള്ളത് കൊണ്ട് അവൻ ഫൈറ്റ് ചെയ്യില്ല എന്നാണ് ഇവരുടെ ഒക്കെ ധാരണ. ഇവരുടെ ഒക്കെ മുന്നിൽ യോങ്ങും ആ ഒരു മാസ്ക് അണിഞ്ഞാണ് നടക്കുന്നത്, തനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, താൻ ഫൈറ്റ് ചെയ്യാറില്ല എന്ന രീതിയിൽ. ഇപ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയ ലിയോട് നന്ദി പറയുന്ന യോങ് നാളെ ഞാൻ വേട്ടയ്ക്ക് പോകുന്നുണ്ട്, എന്റെ കൂടെ വരുന്നോ എന്ന് തിരക്കുന്നു. അങ്ങനെ വേട്ടയ്ക്ക് പോകുമ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു പുരാതന ക്ഷേത്രത്തിന്റെ അവിടേക്ക് യോങ് ലീയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആക്ച്വലി മനഃപൂർവ്വം തന്നെ നാളെ മഴ വരും, ആ സമയത്ത് ഇവിടെ പോയാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്താമെന്ന് പ്ലാൻ ചെയ്ത് യോങ് ലീയെ ഇവിടെ കൊണ്ടുവന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ മാർഷൽ ആർട്സ് ഇഷ്ടപ്പെടുന്നവർ, അത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ അവരുടെ ദൈവമായി കാണുന്ന പണ്ടത്തെ ഒരു ജനറൽ ആയിരുന്ന ആളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. ദിവസേന അവിടെ പ്രാർത്ഥനയൊന്നുമില്ല, പക്ഷെ അവിടുത്തെ ഒരു പ്രമുഖ ആരാധനാലയം തന്നെയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തെ കണക്കാണ് നീയു എന്ന് പറഞ്ഞ് ലീയെ പുകഴ്ത്തി യോങ് സംസാരിക്കുന്നുണ്ട്. ലീയുടെ മുത്തശ്ശൻ ഒരു പ്രമുഖ മാർഷൽ ആർട്സ് എക്സ്പേർട്ട് ആയിരുന്നു, അദ്ദേഹം വലിയ മിലിറ്ററി കമാൻഡർ ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പാരമ്പര്യം കൊച്ചുമക്കൾ നിലനിർത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു അത്രയും എക്സ്ട്രീം ആയ മാർഷൽ ആർട്സ് പരമായി അല്ലെങ്കിൽ മിലിറ്ററി പരമായി ഒന്നും തന്നെ ലീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവൻ ഈ ക്യാപിറ്റലിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവല്ലേ, അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് യോങ് സംസാരിച്ചു തുടങ്ങുന്നത്. ഷെൻസിയെ ലീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ക്യാപിറ്റൽ വിട്ട് ഒരിക്കലും പോകാനായി സാധിക്കില്ലെന്നും അവൻ ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ അവന്റെ മുത്തശ്ശന്റെ ആഗ്രഹം കണക്ക് ഒന്നും തന്നെ അവന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും യോങ് ഓർമ്മപ്പെടുത്തുന്നു. കുട്ടിക്കാലം മുതലേ മുത്തശ്ശന്റെ പാത പിന്തുടരണം, മുത്തശ്ശനെ പോലെ ആവണം, മുത്തശ്ശന്റെ ആഗ്രഹം നിറവേറ്റണം എന്നതൊക്കെ മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ലീയുടെ വലിയ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെൻസി വന്ന ശേഷം അവൻ ആ കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയായിരുന്നെന്നും പറയാം. പക്ഷെ അവന്റെ ഉള്ളിൽ ആ ഒരു ഫയറിനെ കത്തിക്കുന്ന രീതിയിൽ യോങ് സംസാരിക്കുമ്പോൾ അവൻ ഇവിടം വിട്ട് ബോർഡറിന് അവിടെ പോയി മുത്തശ്ശനെ കണക്ക് ഒരു വലിയ യോദ്ധാവായി മാറണം, അതാണ് തനിക്ക് വേണ്ടത്, അല്ലാതെ ഈ ക്യാപിറ്റലോ ഇവിടുത്തെ ഭരണോ അല്ലാന്ന് മനസ്സിൽ അവൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവനായി തന്നെ ഇവിടെ നിന്ന് പോകാനായി തീരുമാനിക്കും. അതോടുകൂടി ഷെൻസിയുടെ കാര്യത്തിൽ തനിക്കുള്ള അടുത്ത തടസ്സവും മാറിക്കിട്ടുമെന്ന യോങ്ങിന്റെ പ്ലാൻ ഇവിടെ നടപ്പാവുകയാണോ? ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.